ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് ആൾക്കാരുണ്ടെങ്കിലേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ ചങ്ങായിമാർക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെ പറയട്ടോ. എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ നോക്കി ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. പിന്നെ പുത്തൻ വീഡിയോകളായിട്ട് നമ്മൾ വരും. നമ്മൾ 2 ദിവസമായിട്ട് കോഴിക്കോട് തന്നെയാണ്. നമ്മളെ കൂട്ടുകാരൻ ബ്രോ പോയി വിളിച്ചു, അജ്മലുണ്ട്. ഓൻ വിളിച്ച് കോഴിക്കോടൊക്കെ ഉണ്ടോ കുട്ടനാടൊക്കെ ഉണ്ടോ ചോദിച്ചു. ഞങ്ങൾ കണ്ടേയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കണ രാത്രി അവിടുന്ന് കുട്ടനാടൊക്കെ കറങ്ങി തെറ്റി നമ്മൾ പോരാൻ നേരം നമ്മളെ കോഴിക്കോടിന്റെ രാത്രി വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി. ഇന്ന് രാവിലെ ഓർമ്മ കിട്ടിയത്. പിന്നെ ആ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പം മറക്കണ്ട നമ്മളെ ചാനല് ഫാമിലി ആയിട്ട് കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഈ സ്ഥലം ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മളെ കോഴിക്കോട്. ആ കപ്പലിറങ്ങിയ രാജാവിന്റെ പേരൊന്നും എനിക്കറിയില്ല. കാപ്പാടാ മൂപ്പര് കപ്പലിറങ്ങി. എന്നാലും നമ്മളെ കോഴിക്കോട് ടൗണിൽ ഈ ബീച്ചിന്റെ തീരത്ത് ഞാൻ 10-12 മണി വരെ അങ്ങനെ ഇരിക്കും. കാരണം എൻ്റെ ചങ്ങായിമാരൊക്കെ, എൻ്റെ കൂടെ പഠിച്ച ചങ്ങായിമാരൊക്കെ സത്യം പറഞ്ഞാൽ കോഴിക്കോട്ടുകാരാ. ഓലൊക്കെ കോഴിക്കോട് ഇങ്ങനെ ടൈമിൽ സത്യം പറഞ്ഞാൽ 2-3 ദിവസമായി കോഴിക്കോട് വന്ന് ഞാൻ കോഴിക്കോട്ടുകാരനായിട്ടോ. പിന്നെ നമ്മളെ കോഴിക്കോട് ഇങ്ങനെ ഒരു പദ്ധതിയും കൂടി നമ്മൾ വന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ഐസ് കരണ്ടി ഉപ്പിലിട്ടതൊക്കെ നമ്മുടെ സൈഡിൽ ഇറക്കി കാണാം, ബീച്ചിൻ്റെ സൈഡിൽ ഇറക്കി കാണാണ്. ഇങ്ങനെ വണ്ടി ഉന്തികൊണ്ടാണ്. ഇന്നിപ്പോൾ നമ്മളൊക്കെ കേരള സർക്കാർ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ താഴത്തെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ ലിങ്ക് അടിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അതിൽ ഒത്തിരി മാറ്റങ്ങൾ ചെയ്തിട്ട് നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. പിന്നെ നമ്മളെ ബ്രോ ഉണ്ട്. ആ ബ്രോ ആണെങ്കിൽ നമ്മളെ വിളിച്ച ബ്രോ ആണെങ്കിൽ നമ്മളോട് ഐസ്ക്രീം തിന്നല്ലേ, ഐസ് വരട്ടി കഴിക്കല്ലേ, ഉപ്പിലിട്ടത് തിന്നല്ലേ എന്നിട്ട് നമ്മളെ കൂട്ടിയിട്ട് ഉപ്പിലിട്ടൊക്കെ വാങ്ങി നമ്മൾ വീണ്ടും നമ്മളെ പരിപാടി തുടങ്ങി. 10-12 മണിയായപ്പോഴും എനിക്ക് ഉറക്കം വരുന്നില്ല. ഈ ബീച്ചിലോട്ട് വന്നിട്ട് ഞാനവിടെ മണലിൽ കുറേ നേരം കടന്നു അടിച്ചു പൊളിച്ചു. സമയം പോകുന്നത് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ സമയം വർത്താനം പറയുന്നു. ഒരു ഭാഗത്ത് ഈ ഒരു സമയത്ത് ഇവിടെ 9-ാം തീയതി 10-ാം തീയതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇലക്ഷൻ നടക്കാൻ പോകണം. ഇലക്ഷനിൽ ആര് വിജയിക്കും എന്നുള്ള ചോദ്യം നമ്മുടെ സുഹൃത്തായ അജ്മൽ ബ്രോനോട് ഞാൻ ചോദിക്കുകയാണ്. അജ്മൽ ബ്രോ, ഈ ഇലക്ഷനിൽ ആര് ജയിക്കും എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു കോൺഗ്രസ് ജയിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ LDF വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരപ്പെടും എന്ന് പറഞ്ഞു. അപ്പം അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നീ വോട്ട് കൊടുക്കുകയാണെങ്കിൽ LDFന് കൊടുക്കുക, കാരണം കോഴിക്കോടൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവരുടെ അടുത്ത് ഞാൻ. കാരണം അത് LDF സർക്കാർ വന്നിട്ടാണ് ഇങ്ങനൊരു മാറ്റം ഇവിടെ കോഴിക്കോടിനും അതുപോലെ തൊണ്ടയാട് ബൈപ്പാസ് അങ്ങനെ ഒരുപാട് നമ്മുടെ റോഡൊക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അവനും ഹാപ്പിയായി. അപ്പോ അവന്റെ വോട്ട് ഞാൻ ഉറപ്പിച്ചു, അത് LDFനാവും. അങ്ങനെ അവൻ എന്നോട് പറഞ്ഞു ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ പോയിട്ട് പഞ്ചായത്ത് ഇലക്ഷനും ബ്ലോക്കും പിന്നെ പഞ്ചായത്ത് ബ്ലോക്ക് നഗരസഭ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാം ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം ഉണ്ട്. 3 വോട്ടാണ് ഒരാൾക്കുള്ളത്. അപ്പോൾ ഈ 3 വോട്ടും LDFന് കൊടുക്കാമെന്ന് അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വാക്ക് 100% ഉറപ്പായിരിക്കും, LDFനായിരിക്കും. അപ്പം മറക്കണ്ട മക്കളെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മളെന്തായാലും കാണും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ ഈ വഴിക്ക് കുറേ നേരം കറങ്ങി കോഴിക്കോട് വിടാനൊക്കെ പ്ലാൻ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പോകാനൊന്നും മൂടില്ല. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചങ്ങന്മാരുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനും അതുപോലെ ചങ്ങായിമാർക്കും പിന്നെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ കൂടെ പഠിച്ച് നിങ്ങളെ ഒപ്പം പഠിച്ച് +2-ലും +1-ലും ഡിഗ്രിക്കും അതിൻ്റെ മുകൾക്കുള്ള ഉയർന്ന ക്ലാസ്സിലൊക്കെ പഠിച്ച ചങ്ങായിമാരുണ്ടെങ്കിൽ ഓർക്കും കൂടി ഇത് ഷെയർ ചെയ്യുന്നുണ്ടാവും. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ മറക്കലട്ടോ. നമ്മളും ചെറിയ തലമുറ ഈ ഒരു വലിയ തലമുറക്ക് തന്നെ ചെറിയൊരു യൂട്യൂബറാണ്. എത്ര കാലമായിട്ട് ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടെങ്കിലും നമ്മുടെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യനില്ല. മറ്റുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരാട്ടോ. കാരണം ഞാൻ പറയാന്ന് വെച്ചാൽ കോഴിക്കോടുള്ള ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, പേര് എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മളെ മഞ്ചേരിക്കാട്ട, അത്
മലപ്പുറം മഞ്ചേരിയിലെ ഒരു കാക്കയുണ്ട്. മൂപ്പരൊക്കെ തുടങ്ങിയിട്ട് ഞാൻ ഏകദേശം തുടങ്ങിയത് 2018 ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. പക്ഷേ അയാളൊക്കെ എൻ്റെ ശേഷം തുടങ്ങിയതാണ്. പക്ഷെ അയാൾക്കൊക്കെ ഭയങ്കര സബ്സ്ക്രൈബറും കാര്യങ്ങളൊക്കെ. അപ്പം മറക്കണ്ട മക്കളെ, നമ്മളെ ചാനലും അതുപോലെ കേരളാക്കാൻ. നിങ്ങൾക്ക് പറ്റുവാണെങ്കിലും പറ്റിയിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങളെല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങളെ കൂടെ പഠിച്ച ചങ്ങായിമാർക്കും പിന്നെ ആർക്കാണ് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. മറക്കല്ലേ.